രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 52-ാമത്തെ ദശകം നോക്കാം. വത്സാപഹരണവും ബ്രഹ്മഗർവ ശമനവും. 1-ാമത്തെ ശ്ലോകം. അന്യാവതാരനികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ തദാഖമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാസ പരോക്ഷഭാവം നിന്നേധവസഗണാൻ പ്രവിദത്യമായാം. പദമുറിച്ച് പറയാം. അന്യ അവതാര നികരേഷു അനിരീക്ഷിതം തേ ഭൂമാതിരേകം അഭിവീക്ഷ്യ തഥാ അഖമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാഹ സ പരോക്ഷഭാവം നിന്യേ അഥ വസഗ ഗണാൻ പ്രവിദത്യ മായാം. അഥ സ ബ്രഹ്മ, അനന്തരം ആ ബ്രഹ്മാവ് തഥാ അഖമോക്ഷ, അപ്പോൾ അഖമോക്ഷ അഘാസുരന് മോക്ഷം കൊടുത്ത സമയത്ത് അന്യ അവതാര നികരേഷു മറ്റ് അവതാര സമൂഹങ്ങളിലൊന്നും അനിരീക്ഷിതം കണ്ടിട്ടില്ലാത്ത തേ അങ്ങയുടെ ഭൂമാതിരേകം ഐശ്വര്യ ആധിക്യം അഭിവീക്ഷ്യ കണ്ടിട്ട് പരീക്ഷിതുമനാഹ ഒന്ന് പരീക്ഷിക്കണം എന്ന് നിശ്ചയിച്ചിട്ട് മായാം പ്രവിദത്യ മായയെ അവലംബിച്ചിട്ട് വസഗ ഗണാൻ പരോക്ഷഭാവം നിന്നെ ആ കന്നുകുട്ടികളെ കാണാത്തതാക്കി തീർത്തു എന്ന് പറയുമ്പോൾ മായ കൊണ്ട് മറച്ചു. ഇവിടെ ബ്രഹ്മാവ് അഘാസുരനെ മോക്ഷം കൊടുത്ത സമയത്ത് മറ്റവതാരങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത ഭഗവാന്റെ ഐശ്വര്യാധിക്യത്തെ കണ്ടിട്ട് ഗുരുവായൂരപ്പ അങ്ങയെ ഒന്ന് പരീക്ഷിക്കണം എന്ന് നിശ്ചയിച്ചിട്ട് മായാമോഹം കൊണ്ട് മായ പ്രയോഗിച്ചിട്ട് ബ്രഹ്മാവ് അവയെ ആ പശുക്കുട്ടികളെ മറച്ചു കളഞ്ഞു. അടുത്തത് 2-ാമത്തെ ശ്ലോകം. വത്സാനവീക്ഷ്യ വിവശേ പശുബോദ്കരേ താനാനേതു കാമ ഇവ ധാതൃമതാനുവർത്തി ത്വം സാമി ഭുക്തകബളോ ഗതവാംസ്തദാനീം ഭുക്താം സ്ഥിരോദിത സരോജഭവഃ കുമാരാൻ. പദമുറിച്ച് പറയാം. വത്സാൻ അവീക്ഷ്യ വിവശേ പശുപ ഉത്കരേ താൻ ആനേതുകാമ ഇവ ധാതൃമത അനുവർത്തി ത്വം സാമി ഭുക്ത കബളഃ ഗതവാൻ തദാനീം ഭുക്താൻ തിരോധിത സരോജഭവഃ കുമാരാൻ. പശുപ ഉത്കരേ പശു ഗോപന്മാരുടെ പശുപൻ എന്ന് വെച്ചാൽ ഗോപന്മാരുടെ കൂട്ടം എന്ന് പറഞ്ഞ ഗോപസമൂഹം വത്സാൻ കന്നുകുട്ടികളെ കാണാതെ അവീക്ഷ്യ കാണാതെ വിവശരായപ്പോൾ ത്വം ധാതൃമത അനുവർത്തി ഭഗവാനെ അവിടുന്ന് ബ്രഹ്മാവിൻ്റെ അഭിപ്രായം അനുസരിക്കുന്നവനായിട്ട് താൻ ആനേതുകാമഹ ഇവ ആ കന്നുകുട്ടികളെ തിരഞ്ഞുകൊണ്ടുവരുവാൻ കൊതിക്കുന്നവനോ എന്ന് തോന്നും വിധത്തിൽ സാമിഭുക്ത കബളഹ ഗതവാൻ പകുതി ഉണ്ട ഉരുളയുമായിട്ട് അവിടെ നിന്ന് ഗതവാൻ പോയി. തദാനീം അപ്പോൾ സരോജഭവ ബ്രഹ്മാവ് ഭുക്താൻ കുമാരാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ കുമാരന്മാരെ തിരോധിത മറച്ചു കളഞ്ഞു. ഇപ്പോൾ പശുക്കുട്ടികളെ കാണാതെ ആ ഗോപക്കുട്ടികൾ ദുഃഖിതരായപ്പോൾ ത്വം ധാതൃമത അനുവർത്തി താൻ ആനേതുകാമഹ ഇവ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അഭിപ്രായം അനുസരിച്ച് ആ പശുക്കുട്ടികളെ അന്വേഷിക്കാൻ പോകുന്നു എന്ന ഭാവത്തിൽ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന് ഗോപകുമാരന്മാരെ മറയ്ക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുത്തതാണോ എന്ന് തോന്നും വിധത്തിൽ സാമിഭുക്ത കബളഹ പകുതി ഉണ്ട ചോറുരുള കയ്യിൽ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മാറി നിന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ആ ഭഗവാൻ മാറി നിന്ന സമയത്ത് ബ്രഹ്മാവ് ഗോപന്മാരെയും മായ കൊണ്ട് മറച്ചു. വസായിതസ്തദനു ഗോപഗണായിതസ്ത്വം ശിക്യാദിഭാണ്ഡമുരളീഗവളാദിരൂപഃ പ്രാഗോദ്വിഹൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാധ ബഹുധാ വ്രജമായയാധ.
പദം മുറിച്ച് പറയാം. വത്സായുധ തദനു ഗോപഗണായുധ ത്വം ശിക്യാദി ഭാണ്ഡ മുരളീ ഗവ ശിക്യ ആദി ഭാണ്ഡ മുരളീ ഗവള ആദി രൂപ പ്രാഗ്വത് വിഹൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാ അഥ ബഹുധാ വ്രജമായയ അഥ. തദനു ത്വം തദനു അനന്തരം ത്വം അവിടുന്ന് വത്സായുധ കന്നുകുട്ടികളായി തീർന്നിട്ടും അതുപോലെ ഗോപഗണായുധ ഗോപസമൂഹമായി തീർന്നിട്ടും ശിക്യാദി ഭാണ്ഡ മുരളി ഗവള ആദി രൂപ ഉറി പാത്രം ഓടക്കുഴൽ കൊമ്പ് മുതലായവയുടെ ആ രൂപം ധരിച്ചും വിപിനേഷു പ്രാഗ്വത് കാടുകളിലെ മുമ്പത്തെ പോലെ തന്നെ പ്രാഗ്വത് മുൻപത്തെ പോലെ തന്നെ ചിരായ വിഹൃത്യ വളരെ സമയം കളിച്ചതിന് ശേഷം വളരെ സമയം കളിച്ചിട്ട് അധ സായം പിന്നീട് സന്ധ്യയായപ്പോൾ ത്വം മായയ ബഹുധ അവിടുന്ന് മായ കൊണ്ട് അനേക രൂപത്തിലെ ബഹുധ അനേക രൂപത്തിലെ വ്രജം ആയയാത അനേക രൂപത്തിലെ എന്ന് പറയുമ്പോൾ ഗോപന്മാരെ മുതലായ ഗോപക്കുട്ടികൾ മുതലായ രൂപത്തിൽ വ്രജം ആയയാത അമ്പാടിയിലേക്ക് മടങ്ങി വന്നു. ഈ ശ്ലോകത്തിലെ ബ്രഹ്മാവ് ഒരു മായ കാണിച്ചപ്പോൾ അതിലും വലിയ ഒരു മായ ഭഗവാൻ കാണിക്കുകയാണ്. ബ്രഹ്മാവ് ഗോപകുട്ടികളെയും മായ കൊണ്ട് മറച്ചപ്പോൾ ആദ്യം എന്താ പറയുക പശുക്കുട്ടികളെ മറച്ചു, പിന്നീട് ഗോപകുട്ടികളെ മായ കൊണ്ട് മറച്ചു. അങ്ങനെ മറച്ചപ്പോൾ ഭഗവാൻ തന്നെ പല പല പശുക്കുട്ടികളായിട്ട് മാറി. അതുപോലെ ഭഗവാൻ തന്നെ ഗോപകുട്ടികളായിട്ട് മാറി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉറി മുതലായ പാത്രം ഓടക്കുഴൽ കൊമ്പ് അതിൻ്റെയൊക്കെ സ്വരൂപം ഭഗവാൻ സ്വയം അങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതുപോലെ കാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇതിനു മുൻപ് എങ്ങനെയാണോ അവിടെ ചെയ്തിരുന്നത് കാട്ടിൽ പോയിട്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ വളരെ സമയം കളിച്ചതിന് ശേഷം സന്ധ്യയായപ്പോൾ ഒന്നായ ഭഗവാൻ പലതാവുകയാണ്. അപ്പം അനേകം ഗോപന്മാരുടെയും പശുക്കുട്ടികളുടെയും ഒക്കെ രൂപത്തിൽ അമ്പാടിയിലേക്ക് മടങ്ങാണ്. ത്വാമേവ ശിക്യഗവലാദിമയം ദധാനോ ഭൂയസ്ത്വമേവ പശുവത്സക ബാലരൂപ ഗോരൂപിണീഭിരഭി ഗോപവധൂമയീഭിരാസാദിതോസി ജനനീഭിരതിപ്രഹർഷാത്. പദം മുറിച്ച് പറയാം. ത്വാം ഏവ ശിക്യഗവല ആദിമയം ദധാനഃ ഭൂയഃ ത്വം ഏവ പശുവത്സക ബാലരൂപഃ ഗോരൂപിണീഭിഃ അഭി ഗോപവധൂമയീഭിഃ ആസാദിതഃ അസി ജനനീഭിഃ അതി പ്രഹർഷാത്. ഭൂയഃ വീണ്ടും പശുവത്സക ബാലരൂപഃ അതിനുശേഷം പശുക്കുട്ടികളുടെയും ഗോപകുമാരന്മാരുടെയും രൂപം ധരിച്ചവനും ശിക്യ ഗവലാദിമയം ത്വാം ഏവ ദധാനഃ ഉറി കൊമ്പ് മുതലായവയുടെ രൂപത്തിലുള്ള അവിടുത്തെ തന്നെ ദധാനഃ ധരിക്കുന്നവനുമായ ത്വം ഏവ അവിടുന്ന് തന്നെ ഗോരൂപിണീഭിഃ ഗോപവധൂമയീഭിഃ ജനനീഭിഃ ഗോക്കളും ഗോപസ്ത്രീകളുമായ രണ്ടു തരം അമ്മമാരാലും ജനനീഭിഃ അമ്മമാരാലും അതിപ്രഹർഷാത് അത്യന്തം ആനന്ദത്തോടെ ആസാദിതഃ അസി ആനന്ദത്തോടെ അത്യധികം അതിപ്രഹർഷാത് ആസാദിതഃ അസി അത്യന്തം ആനന്ദത്തോടെ എതിരേറ്റ് സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒന്നായ ഭഗവാൻ പലതായിട്ട് ആ ഗോകുലത്തിലേക്ക് പോവുകയാണ്, ഗൃഹത്തിലേക്ക് എന്ന് പറയുമ്പോൾ പശുക്കുട്ടികളുടെയും അതുപോലെ ഗോപകുമാരന്മാരുടെയും അതുപോലെ ഉറി കൊമ്പ് അങ്ങനെയൊക്കെ പല രൂപത്തിൽ ഭഗവാൻ വിവിധ രൂപത്തിൽ ഭഗവാൻ തന്നെ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഗോക്കളും ഗോപസ്ത്രീകളുമായ രണ്ടു തരം അമ്മമാർ അല്ലേ, രണ്ടു തരം. അപ്പോൾ പശുക്കുട്ടികളുടെ അമ്മമാർ അതുപോലെ ഗോപന്മാരുടെ അമ്മമാർ ഇത് രണ്ടു തരം അമ്മമാരാലും അത്യന്തം ആനന്ദത്തോടെ എതിരേറ്റ് സ്വീകരിച്ചു എന്ന് പറയണം. അത്യന്തം ആനന്ദത്തോടെ എന്ന് പറയുമ്പോൾ മുൻപൊന്നും പതിവില്ലാത്ത തരത്തിലുള്ള ഒരു ആനന്ദം അന്നത്തെ ദിവസം എല്ലാവരും കൂടെ വന്നപ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു ആനന്ദം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആനന്ദത്തോടു കൂടി എതിരേറ്റ് സ്വീകരിച്ചു എന്ന് പറയാണ്.
ജീവം ഹി കഞ്ചിദഭിമാനവശാ സ്വകീയം മത്വാ തനൂജ ഇതി രാഗഭരം വഹന്ത്യ ആത്മാനമേവ തു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന കിയതീം വനിതാശ്ച ഗാവഃ. പദമുറിച്ച് പറയാം. ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗഭരം വഹന്ത്യഃ ആത്മാനം ഏവ തു ഭവന്തം അവാപ്യ സൂനും പ്രീതിം യയുഃ ന കിയതീം വനിതാഃ ച ഗാവഃ. ഹി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ എന്ന് പറയുമ്പോൾ ആനന്ദത്തോടെ സ്വീകരിച്ചു, പതിവില്ലാത്ത വിധത്തിൽ ആനന്ദത്തോടെ സ്വീകരിച്ചു. അതെന്താണെന്ന് വെച്ചാൽ വനിതാഹ ഗാവഹാച്ച, ആ ഗോപസ്ത്രീകളും ഗോക്കളും കഞ്ചിത് ജീവം അഭിമാനവശാത് തനൂജഹ ഇതി സ്വകീയം മത്വ, ഏതോ ഒരു ജീവാത്മാവിനെ മമത്വം ആരോപിച്ചുകൊണ്ട് തൻ്റെ മകനെന്ന് കരുതിയിട്ട് രാഗഭരം വഹന്ത്യഹ, കനത്ത ആ സ്നേഹം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം ഏതോ ഒരു ആത്മാവിനെ സ്വന്തം മകനാണെന്ന് വിചാരിച്ചിട്ട് വളരെയധികം സ്നേഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ആത്മാനമേവ ഭവന്തം സൂനും അവാപ്യതു, പരമാത്മാവ് തന്നെയായ നിന്തിരുവടിയെ അവാപ്യ പുത്രനായി ലഭിച്ചപ്പോൾ, പരമാത്മാവ് തന്നെയായ ഭഗവാനെ പുത്രനായി ലഭിച്ചപ്പോൾ കിയതീം പ്രീതിം എന്ന യയുഹു, എത്രമാത്രം അവർ സന്തോഷിച്ചു എന്ന് അറിയില്ല. അതായത് പറയാൻ എത്രമാത്രമാണ് അവർ സന്തോഷിച്ചതെന്ന് പറയാൻ സാധിക്കില്ല എന്നിവിടെ മേൽപ്പത്തൂര് പറയുന്നു. അപ്പോൾ രണ്ടു തരം അമ്മമാരും എതിരേറ്റ് ആനന്ദത്തോടെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഇത്രയും ആനന്ദമുണ്ടായത് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. കഞ്ചിത് ജീവം അഭിമാനവശാത്, ഏതോ ഒരു ജീവാത്മാവിനെ ഞാൻ എൻ്റെ എന്ന ഭാവത്തെ ഉൾക്കൊണ്ടിട്ട് തനൂജ ഇതി സ്വകീയം മത്വ, തൻ്റെ സ്വന്തം മകനാണെന്ന് കരുതിയിട്ട് ഇരുന്നിട്ട് അങ്ങനെ കരുതിക്കൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ആത്മാനമേവ ഭവന്തം സൂനും അവാപ്യ തു, പരമാത്മാവ് തന്നെയായ ഭഗവാനെ പുത്രനായി ലഭിച്ചപ്പോൾ എത്രമാത്രമാണ് അവർ സന്തോഷിച്ചതെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്ന് അങ്ങനെ പറയുമ്പോൾ, അപ്പം ഇത്രയും കാലം എന്താണ്, ഏതോ ഒരു ജീവാത്മാവിനെ സ്വന്തം മകനാണെന്ന് കരുതിയിട്ട് അങ്ങനെ അവരെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പരമാത്മാവ് തന്നെയായ ആ ഭഗവാനെ എന്ന് പറയുമ്പോൾ ഭഗവാനെ തന്നെ പുത്രനായിട്ട് ലഭിച്ചപ്പോൾ ഇത്രയും കാലം എന്താണ്, ഏതോ ഒരു ജീവാത്മാവിനെ പുത്രനായിട്ട് ലഭിച്ച് അങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭഗവാൻ തന്നെ പുത്രനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ തന്നെ പുത്രനായിട്ട് വന്നപ്പോൾ ഓരോ അമ്മമാരും എത്രമാത്രം സന്തോഷിച്ചു എന്ന് പറഞ്ഞറിയിക്കാനാവില്ല എന്ന് മേൽപ്പത്തൂരിവിടെ പറയാണ്. ഏവം പ്രദക്ഷിണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോപി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർവിശേഷഃ. പദമുറിച്ച് പറയാം. ഏവം പ്രദക്ഷിണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണ ലാളിത ഭൂരിമൂർത്തിം ത്വാം അഗ്രജഃ അഭി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോഃ വിശേഷഃ. അഗ്രജഃ അഭി വത്സരാന്തേ, അഗ്രജഃ അഭി എന്ന് പറയുമ്പോൾ ബലരാമൻ പോലും വത്സരാന്തേ, ആ ഒരു സംവത്സരം കഴിയാറായപ്പോഴാണ് ഏവം ഇപ്രകാരം പ്രദക്ഷിണ വിജൃംഭിത, ക്ഷണം തോറും വിജൃംഭിത, അതായത് മിനിറ്റിന് വർദ്ധിച്ച് വരികയാണ്. എന്ത്? ഹർഷഭാരം, ആ സന്തോഷം. അപ്പോൾ ആ ആനന്ദം നിശേഷ ഗോപഗണ ലാളിത ഭൂരിമൂർത്തിയും ത്വാം ബുബുധേ കില എന്ന് പറയുമ്പോൾ ക്ഷണം തോറും വർദ്ധിച്ചു വരുന്ന പരമാനന്ദത്തോടെ ഓമനിച്ചു പോരുന്നത്, ഇത്രയും കാലം ഓമനിച്ചു കൊണ്ടിരുന്നത് ഭഗവാനെ തന്നെയാണ് എന്ന വാസ്തവം, എന്ന
ആ സത്യം മനസ്സിലാക്കിയതുപോലും ആ ജ്യേഷ്ഠൻ പോലും മനസ്സിലാക്കിയത് ഒരു വർഷം, ഒരു സംവത്സരം കഴിയാറായപ്പോൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, യുവയോഹോ ബ്രഹ്മാത്മനോഹോ അഭി മഹാൻ വിശേഷ. നിങ്ങൾ രണ്ടുപേരും ബ്രഹ്മസ്വരൂപനാണെങ്കിലും ഭഗവാനെ നിങ്ങൾക്ക് തമ്മിൽ വലിയ, ആ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വർഷാവധൗ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശപ്രതിനവാൻ മകുടാംഗദാദിഭൂഷാം ചതുർഭുജയുജ സജലാംബുദാഭാൻ. പദമുറിച്ച് പറയാം. വർഷാവധൗ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശഃ പ്രതിനവാൻ മകുട അംഗദ ആദി ഭൂഷാൻ ചതുർഭുജ യുജഃ സജലാംബുദ ആഭാൻ. വർഷാവധൗ ദ്രുഹിണേ, വർഷാവധൗ എന്ന് വെച്ചാൽ ഒരു കൊല്ലം തികഞ്ഞ അവസരത്തിൽ, ദ്രുഹിണേ ബ്രഹ്മാവ്, നവപുരാതന വത്സപാലാൻ, നവം പുതിയ, പുരാതനം പഴയ, പുതിയതും പഴയതുമായ വത്സപാലാൻ കന്നുകുട്ടികളെയും കണ്ടിട്ട്, ആ കന്നുകുട്ടികളെ കണ്ടിട്ട്, ഗോപകുമാരന്മാരെയും, അപ്പോൾ ആ കന്നുകുട്ടികളെയും ഗോപകുമാരന്മാരെയും കണ്ടിട്ട്, വിമൂഢേ മോഹിതനായി, വിവേകമസൃണേ വിവേകം നഷ്ടപ്പെട്ടിട്ട് എന്ന് പറയുമ്പോൾ തിരിച്ചറിയുവാൻ ശക്തിയില്ലാത്തവനായിട്ട്, പ്രതിനവാൻ പുതിയ അങ്ങനെ തീർന്നപ്പോൾ, അങ്ങനെ ആയി തീർന്നപ്പോൾ, അപ്പോൾ ഈ രണ്ട് പഴയതും പുതിയതുമായ ഈ രണ്ടും എന്താണ് എന്ന്, ഏതാണ് മായ ഏതാണ് സത്യം എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവനായി തീർന്ന സമയത്ത്, പ്രതിനവാൻ പുതിയ കന്നുകുട്ടികളെയും ഗോപന്മാരെയും മകുട അംഗദ ആദി ഭൂഷാൻ കിരീടം, തോൾവള, അതുപോലെ ആഭരണങ്ങൾ അണിഞ്ഞവരും 4 കൈകളോടുകൂടിയവയും, ചതുർഭുജ യുഗ 4 കൈകളോടുകൂടിയവരും ആയിട്ട്, അങ്ങനെ പുതിയ കാർമേഘത്തിൻ്റെ അഴകോടുകൂടിയവരുമായിട്ട്, പ്രാദീദൃശഃ പ്രാദീദൃശഃ അങ്ങ് തന്നെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ബ്രഹ്മാവിന് ഏതാണ് മായ ഏതാണ് സത്യം എന്ന് ഭഗവാന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഉണ്ണികൃഷ്ണനെ മായ കൊണ്ട് പരീക്ഷിക്കാൻ പുറപ്പെട്ട ബ്രഹ്മാവ് ഉണ്ണികൃഷ്ണൻ്റെ മായാവൈഭവം കണ്ട് അത്ഭുതപ്പെടുന്നതാണ് ഈ ശ്ലോകത്തിൽ. 1 വർഷം കഴിയാറായപ്പോൾ, ആ മായ പ്രയോഗിച്ച് 1 വർഷം കഴിയാറായപ്പോൾ ബ്രഹ്മാവ് തൻ്റെ മായയിൽ കുടുങ്ങിയിരിക്കുന്ന, അപ്പം അങ്ങനെയാണ് ബ്രഹ്മാവ് വിചാരിച്ചാണത്, കൃഷ്ണനും മറ്റുള്ളവരൊക്കെ തൻ്റെ മായയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ 1 വർഷം കഴിയാറായ സമയത്താണ് ബ്രഹ്മാവ് നോക്കുകയാണ്, ശ്രീകൃഷ്ണൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഭഗവാൻ തൻ്റെ യോഗമായ കൊണ്ട് സൃഷ്ടിച്ച പശുക്കുട്ടികളോടും ഗോപകുമാരന്മാരോടും കൂടി പഴയ പോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ മായാശക്തിയിൽ കുടുങ്ങി നിൽക്കുന്ന പശുക്കുട്ടികളെയും ഇടയക്കുട്ടികളെയും മറ്റൊരിടത്ത് കാണുകയാണ്. അപ്പോൾ ഈ 2 സംഘത്തിലെ ഏതാണ് സത്യം ഏതാണ് മായ എന്ന് തിരിച്ചറിയാൻ ആ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയ ഭഗവാൻ വിഷ്ണു രൂപമായിട്ട് പുതിയ സംഘത്തെ വിഷ്ണുമയമായിട്ട് ബ്രഹ്മാവിന് അങ്ങനെ പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിന് അത് കണ്ടപ്പോൾ മനസ്സിലായി ഏതാണ് മായ ഏതാണ് എന്താണ് സത്യമെന്ന് ഭ്രമാവിനെ അവിടെ ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്ര ഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദൃശസനഗാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. പദമുറിച്ച് പറയാം. പ്രത്യേകം ഏവ കമല പരിലാളിത അംഗാൻ ഭോഗീന്ദ്ര ഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിത ദൃശഃ സനകാദി യോഗി വ്യാസേവിതാൻ കമലഭൂഹു ഭവതഃ ദദർശ. കമലഭൂഹു പ്രത്യേകം ഏവ, കമലഭൂഹു ബ്രഹ്മാവ്
പ്രത്യേകമേവ, പ്രത്യേകം പ്രത്യേകം എന്ന് പറഞ്ഞാൽ വേറെ വേറെ, കമല പരിലാളിത അങ്കാൻ, അതായത് ലക്ഷ്മി ദേവി കാല് തിരുമുക മുതലായവ കൊണ്ട് ലാളിക്കുന്നവനും, അതുപോലെ ഭോഗീന്ദ്ര ഭോഗ ശയനാൻ, അനന്തശയ്യയിൽ പള്ളി കൊള്ളുന്നവനും അനന്തശായിയായിട്ടും, അതുപോലെ നയനാഭിരാമാൻ കണ്ണിന് പരമാനന്ദം നൽകുന്നവനും, ലീലാ നിമീലിത ദൃശഃ യോഗനിദ്രാലീലയാൽ അടഞ്ഞ കണ്ണുകളോടുകൂടിയവരും, അതുപോലെ സനകാദിയോഗി വ്യാസേവിതാൻ സനകൻ സനത്കുമാരൻ മുതലായ യോഗികളാൽ ചുറ്റുനിന്ന് സാദരം സേവിക്കപ്പെടുന്നവരും ആയ ഭവതഃ ദദർശ, രണ്ടുപേരെയും ദർശിച്ചു. ബലരാമനെയും കൃഷ്ണനെയും ആ ബ്രഹ്മാവ് കണ്ടു. അപ്പോൾ ഇവിടെ എന്താണ്, പല വിഷ്ണു രൂപമായിട്ട് പുതിയ സംഘത്തെ കണ്ടപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവ് എന്താണ് പല രൂപത്തിലെ ഭഗവാനെ കാണുകയാണ്. എന്താ പറയുക, പല വളരെയധികം വിവിധ രൂപങ്ങളിൽ കാണുകയാണ് ഭഗവാനെ അവിടെ. ശ്രീദേവി കാൽ തിരുമ്മിക്കൊണ്ടിരിക്കുന്നതായിട്ടും അനന്തശയ്യയിലെ പള്ളി കൊണ്ടിരിക്കുന്നവനായിട്ടും, അതുപോലെ നയനാനന്ദകരമായ യോഗനിദ്ര ലീല കൊണ്ട് യോഗനിദ്രയിൽ അടഞ്ഞ കണ്ണുകളോടുകൂടി ഇരിക്കുന്നവരും, അതുപോലെ സനകൻ സനത്കുമാരൻ സനകാദി യോഗീശ്വരന്മാരാൽ ചുറ്റും നിന്ന് സേവിക്കപ്പെടുന്നവരുമായ ഭഗവാനെ ബ്രഹ്മാവ് ദർശിച്ചു, ബ്രഹ്മാവ് കണ്ടു എന്ന് പറയാണ്. നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമഭി സ്വമവേക്ഷ്യ ധാതാ മായാനിമഗ്നഹൃദയോ വിമുമോഹയാവദേകോ ബഭൂവിത തഥാ കബളാർദ്ധപാണി. പദമുറിച്ച് പറയാം. നാരായണ ആകൃതിം അസംഖ്യതമാം, നാരായണാകൃതിം അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകം അഭി സ്വം അവേക്ഷ്യ ധാതാ മായാ നിമഗ്നഹൃദയഃ വിമുമോഹ യാവത് ഏകഃ ബഭൂവിത തഥാ കബള അർദ്ധപാണി. അസംഖ്യതമാം, എണ്ണുവാൻ ഒരു വിധത്തിലും കഴിയാത്ത നാരായണാകൃതിം നിരീക്ഷ്യ, അനേകം വിഷ്ണു രൂപങ്ങളെ കണ്ടിട്ട്, സർവത്ര സേവകം, എല്ലായിടത്തും ഭഗവാനെ സേവിക്കുന്ന, സ്വം അഭി അവേക്ഷ്യ, തന്നെയും കണ്ടിട്ട്, ധാതാ ബ്രഹ്മാവ്, മായാനിമഗ്ന ഹൃദയ, മായയിൽ ആണ്ടുപോയ ഹൃദയത്തോടുകൂടി, യാവത് വിമുമോഹ തഥാ, എപ്പോഴാണ് ബോധം കെട്ടത്, തഥാ അപ്പോൾ, ഏകഃ കബള അർദ്ധപാണിഹി ബഭൂവിധ, ആ സമയത്ത് പാതി ചോറ് ഉരുള കയ്യിലേന്തിയ ഒരേ ഒരുവനായിട്ട്, ഒരേ ഒരു കൃഷ്ണനായിട്ട്, ആ പലതരം രൂപം ഒക്കെ മാറിയിട്ട് ഒരേ ഒരു കൃഷ്ണനായിട്ട് ഭവിച്ചു. അപ്പം ഇവിടെ അസംഖ്യതമാം നാരായണാകൃതിം നിരീക്ഷ്യ, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും വിഷ്ണു രൂപങ്ങളെ കണ്ടിട്ട്, സർവത്ര സേവകമഭി സ്വം അവേക്ഷ്യ ധാത, ആ ബ്രഹ്മാവ് അതുപോലെ തന്നെ എല്ലാം എന്താ പറയുക, എല്ലായിടത്തും ഭഗവാനെ സേവിക്കുന്ന തന്നെയും കാണുകയാണ്. എന്നാൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിലെ വിഷ്ണു രൂപങ്ങളെയും, അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഭഗവാനെ സേവിക്കുന്ന തന്നെയും കണ്ടിട്ട് ബ്രഹ്മാവ് മായയിൽ മുങ്ങിപ്പോയിട്ട് ബോധം കെട്ടു എന്നാണ്. ആ ബ്രഹ്മാവിൻ്റെ ബോധം കെട്ടു എന്ന് പറയുകയാണ്. അത് കണ്ടപ്പോൾ എന്താ പറയുക, പിന്നെ ഭഗവാൻ തന്നെ ശരിക്കുള്ള എന്താ പറയുക, പാതി ഉണ്ട ചോറിൻ്റെ ഉരുള കയ്യിൽ നിൽക്കുന്ന, എന്താ പറയുക, ആദ്യം മായ കാണിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിന്നിരുന്നത് അതുപോലെയുള്ള രൂപത്തെ തന്നെ ബ്രഹ്മാവിന് പിന്നെ കാണിച്ചു കൊടുക്കുകയാണ്. പകുതി ഉരുള ഊണ് കഴിഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ അന്ന് പശുക്കളെ അന്വേഷിക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ പാതി ചോറുരുള കയ്യിലേന്തിയ ഒരുവനായിട്ട് ഭവിക്കുകയാണ് ഭഗവാൻ. അപ്പം അങ്ങനെ മായയിൽ നിന്ന് വിമുക്തനാക്കുകയാണ്, മായാമോഹത്തിൽ നിന്ന് ബ്രഹ്മാവിനെ ഭഗവാൻ മുക്തനാക്കുകയാണ് ഇവിടെ. നശ്യന്മദേ തദനു വിശ്വപതിം മുഹുസ്ത്വാം നത്വാച്ച നുദവതി ധാതരിധാമയാദേ പോദൈ സമം പ്രമുദിതൈ പ്രവിശന്നികേദം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാത്.
പദമുറിച്ച് പറയാം. നശ്യന്മതേ തദനു വിശ്വപതിം മുഹുഹു ത്വാം നത്വാ ച നുദവതി ധാതരി ധാമ യാതേ പോതൈഹി സമം പ്രമുദിതൈഹി പ്രവിശൻ നികേതം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാത്. വിഭോ വാതാലയാധിപ, സർവശക്തനായ ഗുരുവായൂരപ്പ, തദനു ധാതരി നശ്യന്മതേ, അനന്തരം ബ്രഹ്മാവ് അഹങ്കാരമെല്ലാം നശിച്ച് വിശ്വപതിം ത്വാം, സർവേശ്വരനായ അങ്ങയെ, മുഹുഹു വീണ്ടും, നത്വ നമിച്ചിട്ട്, നുദവതി സ്തുതിക്കുകയും ചെയ്തിട്ട്, ധാമ യാതേ ച ധാമത്തിലേക്ക് സത്യലോകത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ, പ്രമുദിതൈഹി പോതൈഹി സമം, പശുക്കുട്ടികളെ കണ്ടുകിട്ടിയതിനാൽ വളരെ സന്തുഷ്ടരായ ഇടയക്കുട്ടികളോട് കൂടിയിട്ട്, നികേതം പ്രവിശൻ അമ്പാടിയിലെത്തിച്ചേർന്ന ഗുരുവായൂരപ്പ, രോഗാത് പരിപാഹി, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇപ്പം ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, സർവശക്തനായ ഗുരുവായൂരപ്പ, ബ്രഹ്മാവ് അങ്ങനെ അഹങ്കാരമൊക്കെ നശിച്ചതിന് ശേഷം അങ്ങനെ ബ്രഹ്മാവിൻ്റെ അഹങ്കാരമൊക്കെ ഇല്ലാതാക്കി തീർത്തപ്പോൾ ആ ബ്രഹ്മാവ് ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിച്ച് നമസ്കരിച്ച് അങ്ങനെ ആ സത്യലോകത്തിലേക്ക് പോയപ്പോൾ ആ പശുക്കുട്ടികളെ, കാണാതായ പശുക്കുട്ടികളെ കണ്ടുകിട്ടിയത് കൊണ്ടുണ്ടായ സന്തോഷത്തോടുകൂടി അങ്ങനെ നിൽക്കുന്ന ആ ഇടയക്കുട്ടികളോട് കൂടിയിട്ട് അമ്പാടിയിൽ എത്തിച്ചേർന്ന ഗുരുവായൂരപ്പ, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് 52-ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.